ഇന്ന് നമ്മൾ പഴയ മരങ്ങൾ ഉപയോഗിച്ചിട്ട് വീടിൻ്റെ തട്ടൊക്കെ പൊളിച്ചിട്ടുള്ള മരങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഫർണിച്ചർ ഒരു വീട്ടിൽ കളറിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന് ഒരുപാട് പാച്ച് വർക്കുകൾ ഉണ്ടാവും, കുറേ പൊത്തും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പാച്ച് ചെയ്തിട്ട് അതിനെ നാച്ചുറലായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം പല മരങ്ങളാണ്, പല കളറാണ്. അപ്പോൾ അതിനെ സ്റ്റെയിൻ ചെയ്ത് ഒരു റെഡിഷ് കളർന്നൊരു ബ്രൗൺ കളർ, അത് നമുക്ക് ഇഷ്ടമുള്ള ഡാർക്ക് കളറിലോട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെയിനർ എന്ന് പറയുന്നത് വാൾനട്ട്, റെഡ് ബ്രൗൺ, റോസ് വുഡ്, ബ്ലാക്ക്, ഈ 4 കളറുകളും യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കളർ വേരിയേഷൻസ് വരുത്തുന്നതനുസരിച്ച് ഓരോ കളറുകൾ കൂടുതൽ ഒഴിക്കാം, അതല്ലെങ്കിൽ കുറവൊഴിക്കാം. അത് നമുക്ക് പ്രശ്നമില്ല. റെഡ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കൂടുതൽ ഒഴിക്കാം. അതല്ല ഒരു ബ്ലാക്ക് ആണ് കൂടുതൽ നിൽക്കണമെന്ന് വെച്ചാൽ അതിൽ ബ്ലാക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ നമുക്കിപ്പോൾ ചെയ്യുന്ന ഒരു രീതിയൊന്നും അല്ല സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അത് ഓരോ മരത്തിനും കളർ വേണ്ടതിനനുസരിച്ച് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വുഡുകൾ പല മരങ്ങളായതുകൊണ്ടും ഇതിൻ്റെ പൊത്തുകളും കാര്യങ്ങളൊക്കെ ഒരു മാച്ചായിട്ട് തോന്നിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഡാർക്കാക്കി ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വുഡിൽ അത്രയധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ലൈറ്റായിട്ടാണ് സ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. കൂടുതലും വാൾനട്ടാണ് കൊടുത്തിരുന്നത്. ഇതിൽ നമ്മൾ റെഡും ബ്ലാക്കുമാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്.